ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളെ മാത്സ് എക്സാം ആണല്ലേ. അപ്പോൾ മാത്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാർക്കായിട്ടുള്ളതാണ്. ഇതിൻ്റെ മലയാളം മീഡിയം ഗണിതം ഇതുപോലെയുള്ള മാതൃകാ ചോദ്യ പേപ്പറിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മലയാളം മീഡിയം കൂട്ടുകാർക്കെല്ലാം അതൊന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. ഓണം എക്സാം 2025-26 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ഇംഗ്ലീഷ് മീഡിയം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് 2 മണിക്കൂറും 15 മിനിറ്റുമാണ് എക്സാം എഴുതാനുള്ള സമയം. പിന്നെ നിങ്ങൾക്ക് നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ പേര് എഴുതാനും, നെയിം ഓഫ് സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതാനും, ഡിവിഷൻ എഴുതാനും അതേപോലെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ടീച്ചറിൻ്റെ സിഗ്നേച്ചറും പാരൻറ്റിൻ്റെ സിഗ്നേച്ചറുമാണ്, അത് അവർ ചെയ്തോളും. പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടെന്നും അതിൻ്റെ ഗ്രേഡ് എഴുതാനുമുള്ള ഒരു ബോക്സും കൂടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് 15 മിനിറ്റ്സ് ഈസ് ഗിവൺ ആസ് കൂൾ ഓഫ് ടൈം. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ആണ്. ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കൂട്ടുകാരെ? റീഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദിസ് ടൈം. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ആക്ടിവിറ്റീസും ഈ ഒരു സമയത്ത് വായിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുള്ളത് എന്നെല്ലാം, ഏതൊക്കെയാണ് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത് എന്നെല്ലാം നിങ്ങളൊന്ന് നോക്കി വെക്കണം കേട്ടോ. ആൻസർ 5 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ 5 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. അതായത് 5 ആക്ടിവിറ്റീസിന് ആൻസർ ചെയ്യണം. 4 ആക്ടിവിറ്റി വിത്ത് ഇൻറ്റേർണൽ ചോയ്സ്, ആൻസർ എയ്തർ എ ഓർ ബി. അപ്പോൾ ചില ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരിക്കും. അതായത് ചില ആക്ടിവിറ്റീസിൽ എ ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും, എ ഓർ ബി എന്നാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എയോ ബിയോ എഴുതിയാൽ മതി. കൂട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നത് ഏതാണോ അത് എഴുതിയാൽ മതി കേട്ടോ. ആൻസർ ഓൾ ദ സബ് ക്വസ്റ്റ്യൻസ് ഓഫ് ദ സെലക്റ്റഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ എയും ബിയും ഉണ്ടെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ എയും ബിയും ഉണ്ടെങ്കിൽ അതിൽ എ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എ ബി സി ഡി എന്ന് പറഞ്ഞ് 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് 4 എണ്ണം നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ്. മീര ആൻഡ് ഹെർ ഫ്രണ്ട്സ് കെയിം ടു വാച്ച് ദ കോമ്പറ്റീഷൻസ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് മീരയും അവളുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. മെനി കോമ്പറ്റീഷൻസ് ആർ അവൈലബിൾ ഫോർ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഐറ്റം ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ് ആൻഡ് ദേ റീച്ച്ഡ് ദർ. ആദ്യത്തെ ഐറ്റം എന്താണ്? പിക്ചർ വരയ്ക്കുന്നതാണ്. അപ്പോൾ അവരവിടെ എത്തിയിട്ടുമുണ്ട്. സീ വാട്ട് വാസ് റിട്ടൺ ഹിയർ. അപ്പോൾ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മളോട് നോക്കാൻ പറയുന്നുണ്ട്. എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? കമോൺ ലെറ്റ്സ് ഡ്രോ എ പിക്ചർ. വരൂ നമുക്കൊരു ചിത്രം വരയ്ക്കാം എന്നുള്ള ആ ഒരു കോട്ടാണല്ലോ അവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യം എന്താണ്? ഡ്രോ എ പിക്ചർ യൂസിങ് സർക്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. സർക്കിളും റെക്റ്റാങ്കിളും മാത്രം ഉപയോഗിച്ചിട്ട് ഒരു പിക്ചർ വരയ്ക്കാൻ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവറാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ നമ്മൾ റൗണ്ട് ഉപയോഗിച്ചിട്ട്, അതായത് സർക്കിൾ ഉപയോഗിച്ചിട്ടും അതിൻ്റെ തണ്ട് റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടും വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പിക്ചറാണ് ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് സർക്കിളും റെക്റ്റാങ്കിളും യൂസ് ചെയ്തിട്ട് വരക്കാൻ പറ്റുന്ന ഏത് പിക്ചർ വേണമെങ്കിലും വരക്കാം കേട്ടോ. അടുത്തത് ബി ചോദ്യം. ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ യു ഹാവ് ഡ്രോൺ. നമ്മൾ വരച്ച ആ ഒരു പിക്ചറിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്? ഒരെണ്ണാണല്ലോ ഉള്ളത്. അപ്പോൾ ആൻസർ 1. അടുത്തത് സി ക്വസ്റ്റ്യൻ. പുട്ട് എ എക്സ് മാർക്ക് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഫീച്ചേഴ്സ് അല്ലാത്തത് ഏതാണ് എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അവിടെ 4 ഫീച്ചേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ റെക്റ്റാങ്കിളിൻ്റെ ഫീച്ചേഴ്സ് അല്ലാത്തതിന് എക്സ് മാർക്ക് ഇടാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ? ഹാവ് 4 സൈഡ്സ്, 2 ഹാവ് 4 കോർണേഴ്സ്, 3 ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ, 4 ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഏതാണ് റെക്റ്റാങ്കിളിൻ്റെ ഫീച്ചർ അല്ലാത്തത്? കൂട്ടുകാർക്ക് മനസ്സിലായോ? അപ്പോൾ ആൻസർ 3ാമത്തേതാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. റെക്റ്റാങ്കിളിൻ്റെ എല്ലാ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ അല്ല അല്ലേ? അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ഡി ക്വസ്റ്റ്യൻ. ഹിയർ ഈസ് എ പിക്ചർ ഡ്രോൺ ബൈ വീണ. ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ഇറ്റ്. അപ്പോൾ വീണ വരച്ചൊരു പിക്ചറാണ് അവിടെ നൽകിയിരിക്കുന്നത്. അതിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്? നമ്പർ ഓഫ് റെക്റ്റാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എത്ര റെക്റ്റാങ്കിൾസ് ആണുള്ളത്? 5 റെക്റ്റാങ്കിൾസ് ആണുള്ളത്. അപ്പോൾ 5 എന്ന് ആ ഒരു ബോക്സിൽ എഴുതി കൊടുക്കണം. അടുത്തത് ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2ൽ നിങ്ങൾക്ക് 2 ഓർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എ ബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആക്ടിവിറ്റി 2 എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാർ ഒന്നെങ്കിൽ എ എഴുതിയാൽ മതി അല്ലെങ്കിൽ ബി എഴുതിയാൽ മതി. കൂട്ടുകാർക്ക് ഏതാണോ കൂടുതൽ അറിയുന്നത് അത് എഴുതാം കേട്ടോ. സം ഇൻസ്ട്രക്ഷൻസ് ആർ പ്ലേസ്ഡ് ഓൺ ദ അതർ പാർട്ട് ഓഫ് ദ എക്സിബിഷൻ കൗണ്ടർ. ഇഫ് യു റൈറ്റ് ദ നമ്പർ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻസ് യു വിൽ ഗെറ്റ് എ പ്രൈസ്.
അപ്പോൾ ഒരു എക്സിബിഷൻ കൗണ്ടറിൻ്റെ അടുത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നല്ലപോലെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് നമ്പറാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ, സീ ദ ഇൻസ്ട്രക്ഷൻസ് റിസീവ്ഡ് ബൈ മീര, ഫൈൻഡ് ദ നമ്പർ ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ നെയിം സ്ട്രിപ്പ്. അപ്പോൾ മീരയ്ക്ക് ലഭിച്ച ഇൻസ്ട്രക്ഷൻസ് ആണ് മീര അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ നമ്പർ കണ്ടുപിടിച്ചിട്ട് നമ്മളോട് ആ നെയിം സ്ട്രിപ്പിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തേത് എന്താണ്? 300s, 8 10s, 5000s, 4 1s. അപ്പോൾ 300s ഉണ്ട്, 8 10s ഉണ്ട്, 5000s ഉണ്ട്, 4 1s ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തൗസൻഡ്സ് എഴുതാനുള്ള കള്ളിയാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എത്ര തൗസൻഡ്സ് ആണുള്ളത്? 5000s ആണ്. 5000s എന്ന് പറയുമ്പോൾ 5000 ആണ്. അപ്പോൾ 5000 നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓരോ കള്ളിയിൽ ഓരോ നമ്പേഴ്സ് എഴുതി കൊടുക്കണം. അടുത്തത് 300s ആണ്. 300s എന്ന് പറയുമ്പോൾ 300 തന്നെയാണല്ലേ. അപ്പോൾ 300 അതിന് താഴെ എഴുതണം. അടുത്തത് എഴുതാനുള്ളത് 10s ആണ്. 10s 8 10s ആണ്. അപ്പോൾ 80 ആണ്. അപ്പോൾ 80 നമ്മളവിടെ നമ്പേഴ്സിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അടുത്തത് 4 1s ആണ്. 4 1s എന്ന് പറയുമ്പോൾ 4 തന്നെയാണ്. അപ്പോൾ 4 നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ ഏതാണ്? നമ്പർ നമുക്ക് മനസ്സിലായല്ലേ. 5384 ആണ് നമ്പർ വരുന്നത്. അടുത്തത് 4000സും 3 10s ജോയിൻ ടു ഫോം. 4000സും 3 10സും കൂടിച്ചേർന്നാൽ എത്രയാവും? അപ്പോൾ നമ്മൾ തൗസൻഡ്സിൻ്റെ അവിടെ 4000 എഴുതിയിട്ടുണ്ട്. പിന്നെ 10സിൻ്റെ അവിടെ 30 എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ 4030 ആണ് നമ്പർ. അടുത്തത് ദ നമ്പർ വിത്ത് 2500, 8 10s ആൻഡ് 4 1s. 2500ഉം 8 10സും 4 1സും വരുന്ന ഒരു നമ്പറാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പോൾ അത് 25 100s എന്ന് പറയുമ്പോൾ, അതായത് 25 100s എന്ന് പറയുമ്പോൾ 2500, 2500 ആണ്. അപ്പോൾ അത് ഇൻറ്റു ചെയ്ത് നമ്മൾ ആദ്യം നോക്കണം. എന്നിട്ട് നമ്മൾ എന്താണ് 2500 എന്ന് പറയുന്നത് 1000ൻ്റെ സ്ഥാനത്താണ് എഴുതേണ്ടത്. അപ്പോൾ 2500 എന്ന് അവിടെ 1000ൻ്റെ സ്ഥാനത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ 8 10s ആണ്. അപ്പോൾ 80 ആണ്. അപ്പോൾ 10സിൻ്റെ സ്ഥാനത്ത് 80 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 4 1s ആണ്. അപ്പോൾ 4ന്ന് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്തത് എന്താണ്? ആ സംഖ്യ ഏതാണ്? നമ്പർ ആണ് 2584. അടുത്തത് 1 ലെസ് ദ സ്മോൾ 4 ഡിജിറ്റ് നമ്പർ. അപ്പോൾ എന്താണ്? സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പറിൽ നിന്ന് 1 കുറക്കുക. അപ്പോൾ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആണ് 1000. 1000ൽ നിന്ന് 1 കുറച്ചാൽ 999 ആണ്. അപ്പോൾ 900 നമ്മൾ 100ൻ്റെ സ്ഥാനത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ 90 നമ്മൾ 90യുടെ 10സിൻ്റെ സ്ഥാനത്താണ് എഴുതിയിട്ടുള്ളത്. 9 1സിൻ്റെ സ്ഥാനത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നമ്പർ? 999 ആണ്. നമ്പർ എന്നുള്ളിടത്ത് 999 എന്നും എഴുതണം. അതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് 2160? 2160 എന്ന് പറയുന്നതിനോടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. എ ഓപ്ഷൻ എന്താണ്? 2000s and 6 10s. ബി ഓപ്ഷൻ 2000s and 60 10s. സി ഓപ്ഷൻ 2000s and 16 10s. ഡി ഓപ്ഷൻ 2000s and 1600s. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, 2000s and 16 10s. അതായത് 2000 ചേർന്നാൽ 2000 ആയി. പിന്നെ 16 10s എന്ന് പറയുമ്പോൾ 160 ആണ്. അപ്പോൾ 2160 അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ആക്ടിവിറ്റി 2ലെ ബി ചോയ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ് ഉണ്ടാക്കാം. സി ദ നമ്പർ കാർഡ് സാന്ദ്രക്ക് കിട്ടിയ നമ്പർ കാർഡാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ നമ്പർ സ്ട്രിപ്സ് ഗിവൻ ഹിയർ വിൽ മേക്ക് ദ നമ്പർ ഓൺ ദ കാർഡ് വിത്ത് സാന്ദ്രയുടെ കാർഡിലുള്ള നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര സ്ട്രിപ്സ്, എങ്ങനെയുള്ള സ്ട്രിപ്സൊക്കെയാണ് അവർ എടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാന്ദ്രയുടെ കയ്യിലുള്ള നമ്പർ ഏതാണ്? 6475 ആണ്. അത് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം 6000 എടുക്കണം. അപ്പോൾ 6000ൻ്റെ കാർഡ് ഫസ്റ്റ് എടുക്കണം. പിന്നെ 400ൻ്റെ കാർഡ് എടുക്കണം. അപ്പോൾ 400ൻ്റെ സ്ഥാനത്ത് 400 എന്ന് എഴുതി കൊടുക്കണം. പിന്നെ 70 എടുക്കണം. അപ്പോൾ 70യുടെ കാർഡും എടുക്കണം. പിന്നെ 5ൻ്റെ കാർഡുമാണ് വേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്? 6475 ആയല്ലേ. അതിലെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഗിവൻ നമ്പർ സ്ട്രിപ്സ്. ഇവിടെ തന്നിട്ടുള്ള നമ്പർ സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ ഏതാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? അപ്പോൾ നമ്മുടെ ഇവിടെ 1000ൻ്റെ സ്ഥാനത്ത് ഏറ്റവും വലിയ സംഖ്യയുള്ള സ്ട്രിപ്പാണ് 9000. പിന്നെ 100ൻ്റെ സ്ഥാനത്തുള്ളത് 800 ആണ്. പിന്നെ 10സിൻ്റെ സ്ഥാനത്തുള്ള ഏറ്റവും വലിയ സംഖ്യയാണ് 90. പിന്നെ ഏറ്റവും വലിയ 1സിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയാണ് 6. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്താണ്? 9896 എന്ന് പറയുന്ന ആ ഒരു ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പറാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്.
അടുത്തത് അതിൽ സി ക്വസ്റ്റ്യൻ, ടേക്ക് എ ബീഡ് ഫ്രം ദ തൗസൻഡ്സ് പ്ലേസ് ഓൺ ദ അബാക്കസ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ദ ടെൻസ് പ്ലേസ് വിച്ച് ഈസ് ദ നമ്പർ ഗോട്ട് നൗ. അപ്പോൾ എന്താണ് ഈ ഒരു അബാക്കസിലെ 1000 പ്ലേസിൽ വരുന്ന ഒരു മുത്തെടുത്തിട്ട് ടെൻസിൻ്റെ പ്ലേസിലേക്ക് ഇടുക. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും? അപ്പോൾ 3010 എന്ന് പറയുന്ന സംഖ്യയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അതിലത്തെ ഡി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ദ നമ്പർ യു ഗോട്ട് നൗ. അപ്പോൾ ഫസ്റ്റ് നമ്പർ എത്രയായിരുന്നു? 4000 ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ 4000ഉം ഇപ്പോൾ കിട്ടിയ 3010ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഡിഫറൻസ് നോക്കാൻ നമ്മളെപ്പോഴും മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 4000 മൈനസ് 3010 ചെയ്യുമ്പോൾ എത്രയാണ്? 990 കിട്ടുക അല്ലേ. അടുത്ത ഡി ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് 5083. 5083 ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പുട്ട് ടിക്ക് മാർക്ക് ടു ദ കറക്റ്റ് വൺ. കറക്റ്റ് വണ്ണിന് ടിക്ക് മാർക്ക് ഇടാനും പറയുന്നുണ്ട്. അപ്പോൾ 5083 എന്ന് പറയുന്നത് ഫസ്റ്റത്തേത് തന്നെയാണ്. അപ്പോൾ ഫിഗേഴ്സിൽ എഴുതുമ്പോൾ അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, 5803. അടുത്തത് ആക്ടിവിറ്റി 3, ഹൗ മെനി ചിൽഡ്രൻസ് ആർ ലൈനഡ് അപ്പ് ടു ബൈ ടിക്കറ്റ്സ് ഫോർ ആൻ എക്സിബിഷൻ. ഒരു എക്സിബിഷന് വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും നിരയായിട്ട് നിൽക്കുകയാണ് ടിക്കറ്റ് വാങ്ങാനായിട്ട്. മീരാസ് പൊസിഷൻ ഈസ് 13th ഫ്രം ബോത്ത് ദ എൻഡ്സ്. അപ്പോൾ ഫസ്റ്റിൽ നിന്നും ലാസ്റ്റിൽ നിന്നും രണ്ട് എൻഡിൽ നിന്നും മീര എവിടെയാണ് നിൽക്കുന്നത്? 13th പൊസിഷനിലാണ് മീര നിൽക്കുന്നത്. അതിൽ എ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദ ലൈൻ. എത്ര ചിൽഡ്രൻസ് ആണ് ആ ഒരു ലൈനിൽ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? രണ്ട് എൻഡിൽ നിന്ന് നോക്കുമ്പോഴും 13th പൊസിഷനിലാണല്ലേ മീര നിൽക്കുന്നത്. അപ്പോൾ മീരയെ ഒഴിവാക്കിയിട്ട് ബാക്കി 12. അപ്പോൾ 12 പ്ലസ് പിന്നെ മീര 1, അപ്പോൾ 12 + 1 + 12 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ് ആൻസർ ആയിട്ട് വരിക? ആൻസർ ഈസ് 25. 12 + 1 + 12 25 ആണ് കേട്ടോ. അപ്പോൾ 25 ചിൽഡ്രൻസ് ആണ് ആ ലൈനിൽ ഉണ്ടായിരുന്നത്. അതിലെ ബി ക്വസ്റ്റ്യൻ, മിത്ര സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ ഗോട്ട് ദ ടിക്കറ്റ് ഓഫ് നമ്പർ ഓഫ് 2789. വാട്ട് വിൽ ബി ദ ടിക്കറ്റ് നമ്പർ ഓഫ് സാൻഡ്ര സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്. അപ്പോൾ ഫസ്റ്റിൽ ആ ലൈനിൻ്റെ ഫസ്റ്റിൽ നിൽക്കുന്ന മിത്രയ്ക്ക് കിട്ടിയ ടിക്കറ്റ് നമ്പർ ആണ് 2789. അപ്പോൾ ആ ലൈനിൻ്റെ ലാസ്റ്റിൽ നിൽക്കുന്ന സാൻഡ്രയ്ക്ക് എത്രാമത്തെ ടിക്കറ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രാമത്തെ ആയിരിക്കും? 2789 ആണ് മിത്രയ്ക്ക് കിട്ടിയത്. മിത്ര ലൈനിൻ്റെ ഫസ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ +24. 24 ആവാൻ കാരണം എന്താണ്? നമ്മൾ ഒരാളുടെയാണ് നോക്കുന്നത്. അപ്പോൾ അയാളെ ഒഴിവാക്കിയിട്ട് നമ്മൾ അയാളെ മൈനസ് ചെയ്തിട്ടുള്ളതാണ് 24 എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എത്രയാണ്? 2813. അപ്പോൾ സാൻഡ്രയുടെ ടിക്കറ്റ് നമ്പർ ആണ് 2813. അടുത്ത സി ക്വസ്റ്റ്യൻ, ടിക്കറ്റ്സ് കോസ്റ്റ് ഈസ് 2500 rupees. ദേ ഹാവ് 500 rupee നോട്ട്സ് ഇൻ ഹാൻഡ്. അപ്പോൾ എന്താണ്? ടിക്കറ്റിൻ്റെ വില 2500 rupees ആണ്. അവരുടെ കയ്യിൽ 500 രൂപയുടെ നോട്ടാണ് ഉള്ളത്. ഹൗ മെനി നോട്ട്സ് ദേ ഷുഡ് പേ. എത്ര നോട്ട്സ് ആയിരിക്കും അവർ പേ ചെയ്യേണ്ടത്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കുക? 5 × 500, അതായത് 500ൻ്റെ 5 നോട്ട് വെച്ചാലാണ് നമുക്ക് 2500 കിട്ടുക. അപ്പോൾ 5 × 500 = 2500. അതിൽ ഡി ക്വസ്റ്റ്യൻ, സി ദ നമ്പർ കാർഡ്സ് മനു ഹാസ്. മനുവിൻ്റെ കയ്യിലുള്ള നമ്പർ കാർഡ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ നമ്പർ കാർഡ്സ് ആണുള്ളത്? 3468, 3648, 4368, 4863, 3864 എന്നിങ്ങനെ 5 കാർഡുകളാണ് മനുവിൻ്റെ കയ്യിലുള്ളത്. എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ദീസ് ആർ ടു ബി അറേഞ്ച്ഡ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. അപ്പോൾ അവിടെ തന്നിട്ടുള്ള ആ ഒരു കാർഡുകളെല്ലാം വലുതിൽ നിന്നും ചെറുതിലേക്കായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതായിരിക്കും, ഈ ഓപ്ഷൻസിൽ ഏതായിരിക്കും അങ്ങനെ അറേഞ്ച് ചെയ്തത് എന്ന് നമ്മളോട് നോക്കാനും അതിന് റൈറ്റ് ആൻസറിന് ടിക്ക് മാർക്ക് ഇടാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും? അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഫസ്റ്റ് എന്താണ് വരുന്നത്? 4863 ആണ് ഏറ്റവും വലിയ സംഖ്യ. അതിന് താഴെയുള്ള സംഖ്യ 4368 ആണ്. പിന്നെ അതിന് താഴെ 3864 വരുന്നുണ്ട്. പിന്നെ അതിന് താഴെ 3648ഉം ഏറ്റവും ചെറിയ നമ്പറാണ് 3468. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതേണ്ടത്. അടുത്തത് അതിൽ ഈ ക്വസ്റ്റ്യൻ, സീ ദ പിക്ചർ പാറ്റേൺ. അവിടെ ഒരു പിക്ചർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് നമ്മളോട് നോക്കാൻ പറയുന്നുണ്ട്. ടിക്ക് മാർക്ക് ടു ദ പിക്ചർ വിച്ച് കംസ് നെക്സ്റ്റ്. ഇനി ഈ ഒരു പിക്ചർ പാറ്റേണിൽ അടുത്തത് വരുന്ന പിക്ചർ ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഓരോരോ ടിക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലാസ്റ്റുള്ള ആ ഒരു പിക്ചറാണ് ഇനി വരുന്നത്. അടുത്തത് ആക്ടിവിറ്റി 4, കാർ റേസ്. മീര ആൻഡ് മിത്ര സ്റ്റാർട്ടഡ് പ്ലേയിങ് കാർ റേസ് ഓൺ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ മീരയും മിത്രയും കാർ റേസ് കളിക്കുകയാണ്. സീ ദ പോയിന്റ്സ് ദേ ഗോട്ട്. അവിടെ അവർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്.
മീരയ്ക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിട്ടുള്ളത് 495 ആണ്. സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിട്ടുള്ളത് 1805 ആണ്. മിത്രയ്ക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിട്ടുള്ളത് 550 ആണ്. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിട്ടുള്ളത് 1685 ആണ്. അപ്പോൾ ഇതുപോലെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ എ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി പോയിന്റ്സ് ഡിഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര പോയിന്റ്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്ന് നോക്കണം. അതായത് പോയിന്റ്സ് മീര ഗോട്ടും പോയിന്റ്സ് മിത്ര ഗോട്ടും എഴുതണം. അപ്പോൾ മീരയ്ക്ക് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിട്ടുള്ളത് 495 സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയിട്ടുള്ളത് 1805 ആണ്. അപ്പോൾ 495 പ്ലസ് 1805 ഈസ് ഈക്വൽ ടു 2300 ആണ് കിട്ടിയിട്ടുള്ളത് മീരയ്ക്ക്. അടുത്തത് മിത്രയ്ക്ക് ഫസ്റ്റ് റൗണ്ടിൽ 550യും സെക്കൻഡ് റൗണ്ടിൽ 1685 ആണ്. അപ്പോൾ 550 പ്ലസ് 1685 ഈസ് ഈക്വൽ ടു 2200 ആണ് മിത്രയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ ഹൂ ഗോട്ട് മോർ പോയിന്റ്സ്? ആർക്കാണ് കൂടുതൽ പോയിന്റ്സ് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ആൻസർ എന്താണ്? മീര ആണ്. ഹൗ മച്ച് മോർ? എത്രയാണ് മിത്രയേക്കാൾ മീരയ്ക്ക് കൂടുതൽ ലഭിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കാണേണ്ടത്? മിത്രയിൽ നിന്നും മീരയുടേത് കുറച്ചാൽ മതി. അപ്പോൾ 2300 മൈനസ് 2200 ഈസ് ഈക്വൽ ടു 100 പോയിന്റ്സ് ആണ് മീരയ്ക്ക് കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ ഫൈൻഡ് ഇറ്റ് ഫ്രം ദ ഗിവൺ നമ്പേഴ്സ്. അവിടെ നമുക്കൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വരുന്ന നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1000 ആണ് നൽകിയിട്ടുള്ളത്, പിന്നെ 1200 ആണ്. അപ്പോൾ 200 വെച്ചിട്ടാണ് അവിടെ കൂടിയിട്ടുള്ളത്. പിന്നെ 1200 നിന്നും 1450ക്ക് എത്തിയപ്പോൾ 2050 കൂടിയിട്ടുണ്ട്. പിന്നെ 1450 നിന്ന് 1750യിലേക്ക് എത്തിയപ്പോൾ 300 ആണ് കൂടിയിട്ടുള്ളത്. പിന്നെ 350 വെച്ചിട്ടാണ് കൂടുന്നത്. അതായത് 200 250 300 പിന്നെ 350 അങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. അപ്പോൾ എത്രയായിരിക്കും? ലാസ്റ്റത്തെ ഓപ്ഷൻ ആണല്ലേ ശരി, 2100 ആണ് കിട്ടിയിട്ടുള്ളത്. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. ആക്ടിവിറ്റി 5 നിങ്ങൾക്ക് എ ഓപ്ഷനും ബി ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എ നോക്കാം. പ്ലേ എക്യുപ്മെൻറ്റ്സ്. മീര ദ സ്പോർട്സ് ക്ലബ് സെക്രട്ടറി വിത്ത് ടീച്ചേഴ്സ് വെൻ ടു പർച്ചേസ് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് ഫോർ ദ സ്കൂൾ. സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചറോടൊപ്പം സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ആയ മീരയും കൂടെ പോയിട്ടുണ്ട് അല്ലേ. ദേ ഹാഡ് 5500 റുപ്പീസ്. അവരുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 5500 റുപ്പീസ് ആണുള്ളത്. അപ്പോൾ പ്രൈസ് ലിസ്റ്റിൻ്റെ ഐറ്റംസും പ്രൈസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഐറ്റംസും പ്രൈസും നമുക്കൊന്ന് നോക്കാം. ക്രിക്കറ്റ് ബോളും കൂടെ 1230 ആണുള്ളത്. ക്യാരം ബോർഡിന് 1300 ഉണ്ട്. ഷട്ടിൽ ബാറ്റും കോക്കും കൂടെ 970 ആണ്. ഹെൽമെറ്റിന് 1450 ആണ്. ജേഴ്സിക്ക് 1050 ആണ്. വോളിബോൾ നെറ്റിന് 860 ആണ്. വോളിബോളിന് 1099 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അവർക്ക് പർച്ചേസ് ചെയ്യേണ്ടത്? നീഡ് ടു പർച്ചേസ് ക്രിക്കറ്റ് ബോൾ, ഷട്ടിൽ ബാറ്റ്, കോക്ക് ആൻഡ് ക്യാരം ബോർഡ്. അപ്പോൾ ക്രിക്കറ്റ് ബോളും ഷട്ടിൽ ബാറ്റും കോക്കും ക്യാരം ബോർഡും അവർക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഐറ്റംസും പ്രൈസും നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. ഐറ്റംസ് ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട്, പ്രൈസ് നമ്മൾ എഴുതി കൊടുക്കണം, അതുപോലെ ടോട്ടലും ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ക്രിക്കറ്റ് ബോളിനും കൂടെ ആയിട്ടുള്ളത് 1330 ആണ്. ഷട്ടിൽ ബാറ്റിനും കോക്കിനും കൂടെ 970 ആയിട്ടുണ്ട്. ക്യാരം ബോർഡിന് 1300ഉം അങ്ങനെ എല്ലാതും കൂടെ കൂട്ടുമ്പോൾ അതായത് 1230 970 ആൻഡ് 1300 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3500 ആണ് കിട്ടുന്നത് അല്ലേ. ടോട്ടൽ 3500 റുപ്പീസിനാണ് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഫൈൻഡ് ദ ബാലൻസ് എമൗണ്ട്. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ബാലൻസ് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് എമൗണ്ട് കണ്ടുപിടിക്കേണ്ടത്? അവരുടെ കയ്യിൽ ടോട്ടൽ ഉള്ളത് 5500 ആണ്. അപ്പോൾ അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 3500-നാണ്. അപ്പോൾ 5500 മൈനസ് 3500 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2000 കിട്ടും അല്ലേ. അപ്പോൾ അവരുടെ ബാലൻസ് ഉള്ളത് എത്രയാണ്? 2000 ആണ്. അടുത്തത് സി ക്വസ്റ്റ്യൻ വാട്ട് ക്യാൻ ബി പർച്ചേസ്ഡ് മോർ. ഇനി അവർക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കഴിയുമല്ലേ, കാരണം അവർക്ക് വോളിബോൾ നെറ്റ് 890ക്ക് പർച്ചേസ് ചെയ്യാം. അതേപോലെ വോളിബോൾ 1099നും പർച്ചേസ് ചെയ്യാം. അപ്പോൾ അത് 2000 മേലെ പോവില്ല, 2000 ഉള്ളിലേ വരികയുള്ളൂ അല്ലേ. അടുത്തത് ആക്ടിവിറ്റി 5 ബി ആണ്, ചോയ്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എ ആണോ ബി ആണോ ഏറ്റവും കൂടുതൽ അറിയുന്നത് അത് എഴുതിയാൽ മതി കേട്ടോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓണം. ഭാഗ്യ വിത്ത് ഹെർ പാരൻസ് വെൻ ടു ബൈ ഡ്രസ് ഫോർ ഓണം. ഓണത്തിന് വേണ്ടിയിട്ട് ഭാഗ്യയും അവളുടെ പാരൻസും കൂടിയിട്ട് എന്താണ്? ഡ്രസ്സ് എടുക്കാൻ പോയി അല്ലേ.
ദേ ഹാഡ് 7,000 റുപ്പീസ്. അവരുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 7,000 റുപ്പീസ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ പ്രൈസ് ലിസ്റ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. ഷർട്ടിന് 900 റുപ്പീസ് ആണ്, പാൻസിന് 1,050 റുപ്പീസ് ആണ്, ലാച്ച 1,550 റുപ്പീസ് ആണ്, ചുരിദാറിന് 1,240 റുപ്പീസ് ആണ്, സാരിക്ക് 2,100 റുപ്പീസ് ആണ്, ടീഷർട്ടിന് 950 റുപ്പീസ് ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ എന്താണ്? സീ ദ ഡ്രസ് ബോട്ട് ഫോർ ഭാഗ്യ ആൻഡ് ഹെർ ബ്രദർ, വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? ഭാഗ്യയും അവളുടെ ബ്രദറും കൂടെ എടുത്ത ഡ്രസ്സിൻ്റെ ലിസ്റ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ പ്രൈസ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഷർട്ട് 900 റുപ്പീസ്, പാൻസ് 1,050 റുപ്പീസ്, ലാച്ച 1,550 റുപ്പീസ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 900 പ്ലസ് 1,050 പ്ലസ് 1,550 കൂട്ടുമ്പോൾ നമുക്ക് 3,500 കിട്ടും അല്ലേ. അപ്പോൾ അവർ പർച്ചേസ് ചെയ്തത്, ഭാഗ്യയും അവളുടെ ബ്രദറും കൂടെ പർച്ചേസ് ചെയ്തത് 3,500 റുപ്പീസിനാണ്. അതിൽ ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റിമൈനിങ് എമൗണ്ട്. റിമൈനിങ് ആയിട്ടുള്ള എമൗണ്ട്, അതായത് ഇനി ബാക്കി അവരുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ടോട്ടലായിട്ടുള്ളത് 7,000 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ആ 7,000 റുപ്പീസിൽ നിന്ന് അവർ പർച്ചേസ് ചെയ്ത 3,500 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അവരുടെ കയ്യിൽ 3,500 ഉണ്ട് അല്ലേ. സി ക്വസ്റ്റ്യൻ എന്താണ്? ദേ വാണ്ട് ടു ബൈ ടീഷർട്ട് ഫോർ ഫാദർ ആൻഡ് സാരി ഫോർ മദർ. അവർക്ക് അമ്മയ്ക്ക് സാരിയും അച്ഛന് ടീഷർട്ടും വാങ്ങണം. വിൽ ദ ബാലൻസ് എമൗണ്ട് ഈ സഫീഷ്യൻറ്റ്? ബാലൻസ് എമൗണ്ട് അവർക്ക് തികയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഐറ്റംസ്? ടീഷർട്ട് 950 റുപ്പീസ് ആണ്, സാരി 2,100 റുപ്പീസ് ആണ്. അപ്പോൾ ടോട്ടലി അവർക്ക് 3,050 റുപ്പീസ് ആണ് ആവുക. അതെന്താണ്? 3,500ൻ്റെ കുറവാണല്ലേ. അപ്പോൾ അത് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ ഡി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. സഫീഷ്യൻ്റ് ആണെങ്കിൽ അവിടെ ടിക്ക് ഇടുക, ഇൻസഫീഷ്യൻ്റ് ആണെങ്കിൽ അവിടെ ടിക്ക് ഇടുക. അപ്പോൾ എന്താണ്? നമ്മൾ സഫീഷ്യൻറ്റിൻ്റെ അവിടെയാണ് ടിക്ക് ഇട്ടിട്ടുള്ളത്, അവർക്കത് തികയും അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഗുഡ് ലക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അതിലെ സബ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വരും ദിവസങ്ങളിലെ എക്സാമിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.